കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് ഒരു പുതിയ പദം തുടങ്ങാൻ പോകണം. അപ്പം അതിനോട് ഗണപതി സ്തുതി എടുത്തു വെച്ചു. ഗണപതി സ്തുതി കഴിഞ്ഞ ക്ലാസ്സോടെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ദേവി സ്തുതി, സരസ്വതിയുടെ ഒരു സ്തുതിയാണ് എടുക്കാൻ പോകുന്നത്. ഈ സരസ്വതി സ്തുതി എടുത്തിട്ട് വേണം നമുക്ക് പദം തുടങ്ങാനായിട്ട്. അപ്പം നമുക്ക് സരസ്വതി സ്തുതി തുടങ്ങാൻ പോവാണ്. കണ്ടോളൂ. ശ്രീ ഗണപതി സ്തുതിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിനി അടുത്തത് സരസ്വതി സ്തുതിയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം. നമസ്കരിച്ചോളൂ. കണ്ടതാണ് 1 2 3 1 2 3 കണ്ടോ 1 2 3 1 2 3 സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ 1 വലതുകാലിൽ ഒട്ടി 2 വലതുകാലം പുറകെ വെച്ചു, 3 വീണ്ടും വലതുകാലിൽ ഒട്ടി, അതുപോലെ വലതുകാലിൽ വെച്ചു വലതുകാലം പുറകിൽ തിരിക്കത്തില്ല. അപ്പം 1 2 3 1 2 3 1 2 3 1 2 3 മനസ്സിലായില്ലേ? ചെയ്തോളൂ. സ്റ്റെപ്പ് ചവിട്ടി നോക്കൂ. റെഡി? ചെയ്തോളൂ. 1 2 3 1 2 3 ഒന്നുകൂടെ 1 2 3 1 2 3. ഇനി ഞാൻ ഇത്തിരി ഫാസ്റ്റിൽ പറയാൻ പോവാണ്. 1 2 3 1 2 3 1 2 3 1 2 3. നമുക്കിനി ഇത് തന്നെ ഇതേ സ്റ്റെപ്പ് തന്നെ സൈഡിലോട്ടും ചെയ്യണം. റൈറ്റ് സൈഡ് ചെയ്ത് നോക്കട്ടെ. 1 2 3 ഇനി അങ്ങോട്ട് 1 2 3 അത് തന്നെ ഒന്നുകൂടെ ചെയ്യാം. 1 2 3 1 2 3. ശരി, ഇനി നമുക്ക് ചേർത്ത് ചെയ്യാം. നേരെ രണ്ടെണ്ണം സൈഡിൽ രണ്ടെണ്ണം ചെയ്യണം. ചെയ്തോളൂ. 1 2 3 1 2 3 1 2 3 1 2 3. ഒന്നും കൂടെ ചെയ്യാം. 1 2 3 1 2 3 1 2 3 1 2 3. ഒട്ടും സംശയമില്ല, നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ശരി, നമുക്കിനി കൈ പറയാം. 1 2 3 1 2 3 1 2 3 1 2 3. ഒന്നും കൂടെ ചെയ്യാം. 1 2 3 1 2 3 1 2 3 1 2 3. അടുത്ത കൈ എടുക്കാം നമുക്ക്. 1 2 3 1 2 3 1 2 3 1 2 3. വെറുതെ നമ്മളിങ്ങനെ ചെയ്തു തന്നല്ലോ. കൈയും കൂടെ ചേർത്ത് ചെയ്യാം. ചെയ്തോളൂ. 1 2 3 1 2 3. ഒന്നും കൂടെ 1 2 3 1 2 3. ഇനി ഇത് തന്നെ സൈഡിൽ കൈ അത് തന്നെ മതി. ചെയ്തോളൂ. 1 2 3 1 2 3. വെറുതെ കൈ താഴെ ഇട്ടാൽ മതി അല്ലേ? ഒന്നുകൂടെ ചെയ്തോളൂ. 1 2 ഇതിന് അല്ല, അതിന് ആദ്യത്തെ നമ്മൾ കൈ താഴ്ത്തിയിട്ടു. ഇതിനിപ്പോൾ ചെയ്ത് കറക്റ്റാണ്. ഒന്നുകൂടെ ചെയ്തോളൂ. ആദ്യത്തെ ഫസ്റ്റ് 1 2 3 1 2 3. കറക്റ്റ്. ഇനി സൈഡിലോട്ട് ചെയ്യുമ്പോൾ 1 2 3 1. അവിടെ കൈ താഴെ ഇടണ്ട. കൈ നമ്മൾ ഈ സൈഡിലുള്ളത് കൈ താഴെ ഇട്ടല്ല. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് കേട്ടോ. ഒന്നുകൂടെ ചെയ്തോളൂ. 1 2 3 1 2. നന്നായിട്ട് താഴണം. 3 1 2 3 1 2 3 1 2 3 1 2 3. ഒട്ടും സംശയം നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? സംശയമുണ്ടോ? ഇല്ല. നമുക്ക് അടുത്ത ഒരു കൂടെ ചെയ്യാൻ വെച്ചാൽ
സ്റ്റെപ്പ് നമ്മൾ ചുവട് വയ്പ്പിന് മാറ്റമില്ല, കൈ മാത്രം നമ്മളൊന്ന് തൊഴുത് പിടിക്കുന്നു, അത്ര എളുപ്പതാ. 1 2 അതുകൊണ്ടോ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ഇത്രയാണ് സ്റ്റെപ്പ്. ചെയ്തു 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 സ്റ്റെപ്പ് ഒന്നും കൂടി ചെയ്യണേ. 1 2 3 1 2 3 1 2 3 1 2 3 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 നന്നായിട്ട് താഴണം 3 1 2 3 1 2 3 1 2 3 1 2 3 ഒട്ടും സംശയമില്ല, നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? സംശയമുണ്ടോ? ഇല്ല. 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 2 3 1 2 3 1 2 3 1 2 3 അത് തന്നെ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 മനസ്സിലായോ? നന്നായിട്ട്, സംശയമൊന്നുമില്ലല്ലോ. ശരി, ക്ലാസ് കണ്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എടുത്തതെല്ലാം സിമ്പിൾ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ ഞാനെല്ലാം സിമ്പിൾ സ്റ്റെപ്സാണ് എടുക്കുന്നത്. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സ്റ്റെപ്സാണ്. നമ്മൾ ആദ്യം തുടക്കത്തിൽ നല്ല സിമ്പിൾ എടുത്തു, പിന്നെ ഇടയ്ക്ക് കുറച്ച് കട്ടിയുള്ളത് എടുത്തു. എപ്പോഴും സിമ്പിൾ മാത്രമാകുമ്പോൾ കുറച്ച് നന്നായിട്ട് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ കട്ടിയുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ വീണ്ടും സിമ്പിളാക്കാം. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ അങ്ങനെ എടുക്കുന്നത്. സിമ്പിൾ സ്റ്റെപ്സാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, അതിനാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്, തിരുവാതിരയുടെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. തിരുവാതിര മാത്രമല്ല, നമുക്കിപ്പോൾ തിരുവാതിരയെക്കുറിച്ച് പറയാം. ഞാൻ എല്ലാം എടുക്കുന്നുണ്ട്, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ തിരുവാതിര ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ. തിരുവാതിര ക്ലാസ് ഓൺലൈനായിട്ട് പഠിക്കാൻ സൗകര്യമുണ്ട്, പലരും പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ 1-2 പേരൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എല്ലാവർക്കും ഇത്രയും നേരം കണ്ടതിന് നന്ദി, നമസ്കാരം.